ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. സംഭവം ഗംഭീരം വലിയ സന്തോഷം. കാരണം റംസാനും ഞാനും ഈ പറയുന്ന പോലെ ഡോക്ടർ ലവ് എന്ന സിനിമയിൽ റംസാൻ കുഞ്ചാക്കോൻ്റെ ചെറുപ്പകാലം ചെയ്തതാണ്. അപ്പോൾ ഒന്നിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ആ കൊച്ചു പയ്യനിന്ന് നായകനായി നിൽക്കുന്ന കാണുമ്പോൾ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ആക്ച്വലി ഒരു മൈക്ക് കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട്. കാരണം ഞങ്ങൾ തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. ഞങ്ങൾ ഒരു റിയാലിറ്റി ഷോയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് വരുന്ന DMs എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ശത്രുക്കളാണോ, നിങ്ങൾ തമ്മിൽ മിണ്ടാറുണ്ടോ, അതോ വഴക്കാണോ എന്നൊക്കെയാണ്. ഓഫ് കോഴ്സ് അതിനകത്ത് ചെല്ലുന്ന എല്ലാവർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് തല്ലുകൂടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോഴും നമ്മൾ നല്ല സ്നേഹത്തിൽ നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സീസണിലെ വിന്നറാണ്, എന്നെ തോപ്പിച്ചാളാ. അപ്പോൾ ഈവൻ ഐ ആം സോ ഹാപ്പി. കാരണം മണിക്കൂട്ടൻ അതിനുശേഷം ഇങ്ങനെ ബിഗ് സ്ക്രീനിലും എല്ലായിടത്തും കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതുപോലൊരു വലിയ റിയാലിറ്റി ഷോയിൽ, കാരണം ഞാൻ ഇത്രയും വലിയൊരു വീഡിയോ കോൾ, ഇത്രയും സ്പേസ് ഉള്ളൊരു സ്റ്റേജോ ഞാൻ വേറൊരു റിയാലിറ്റി ഷോയിലും കണ്ടിട്ടില്ല. സോ ഇത് കണ്ടസ്റ്റൻസിന് ഭയങ്കര വലിയൊരു ഫ്ലോറാണ്. ജഡ്ജസിനായാലും എനിക്ക് ഐ എം സോ ഹാപ്പി മാൻ. അതാണ് ഇത് ഐറ്റം വേറെ ശരിക്കും വേറെ ആയിട്ടാണ്. അപ്പൊ വേറെ ഐറ്റം പറയണം നമ്മൾ വന്നത്. സാഹസത്തെ പറ്റി കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ആരാണ് പറഞ്ഞത്? ശബരീഷ്. ടെക്നീഷ്യൻസിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അതായത് ഇത് ബിപിൻ ജോർജ് ആണ് ഇതിന്റെ സംവിധായകൻ. 21 ഗ്രാംസ് എന്ന് പറഞ്ഞ പടത്തിന്റെ സംവിധായകനാണ്. ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അതും അതേ ടീമിൽ തന്നെ 21 ഗ്രാംസ് പ്രൊഡ്യൂസർ റിനീഷ് തന്നെയാണ് ഇതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബിപിൻ അശോക് ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. പിന്നെ വിനായക് ശശികുമാർ എഴുതിയിട്ടുണ്ട്. ഏത് മൂഡ് എന്നുള്ള വിനായക് ശശികുമാർ എഴുതിയതാണ്. ഇത് വൈശാഖ് സൂണൻ എഴുതിയതാണ്. സന്തത സഖിയെ എന്നുള്ള പാട്ട്, രണ്ടാമത്തെ പാട്ട് റിലീസ് ചെയ്തു. പിന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആൽബി ചേട്ടനാണ്. നല്ല നല്ല ടെക്നീഷ്യൻസ് ഉള്ള ഒരു സിനിമയാണ്. പിന്നെ ഞങ്ങളെ കൂടാണ്ട് ഇതിൻ്റെ അകത്ത് നരയൻ ചേട്ടനുണ്ട്, ബാബു ആന്റണി ചേട്ടനുണ്ട്, ബൈജു ചേട്ടനുണ്ട്, ഭഗത് മാനുവൽ ഉണ്ട്, കൃഷ്ണ ആ ചേട്ടനുണ്ട്, ഹരി, കാർത്തി, ജിംഖാന ചെയ്ത കാർത്തി, അവരെല്ലാവരും ഉണ്ട്. ആൻസലീം, ഗൗരി എന്റെ പേരായിട്ട് മിസ്സായി. ഇനി അവിടെ ഹീറോയിനായിട്ടുള്ള നമ്മുടെ ഹീറോയിൻ വന്നിട്ടില്ല എന്ന്. നമ്മളൊരു പ്രൊമോഷൻ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താണ് സാഹസം എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കാരണമുണ്ട്, കൃത്യമായ ലോജിക്കുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞങ്ങൾ കുറച്ചുപേരെ ഓഗസ്റ്റ് 8-ാം തീയതി റിലീസിന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കണ്ട് അഭിപ്രായങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാരോട് പറഞ്ഞ് എന്ന് രക്ഷപ്പെടുത്തി തരണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.